വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനം എന്തായിരിക്കും? കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് 2016ലെയും 2021ലെയും തെരഞ്ഞെടുപ്പിൽ വൻ സന്നാഹങ്ങളുമായിട്ടാണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിലേക്ക്, ഇലക്ഷൻ രംഗത്തേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ ആ സമയത്ത് ബി ജെ പിക്ക് MLA മാരൊന്നും ഉണ്ടായിരുന്നില്ല. 2016ലാണ് ബി ജെ പിക്ക് ഒരു MLA ലഭിച്ചത്. 2021ലാണെങ്കിൽ നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ഇത്തവണ ബി ജെ പി വളരെ ശക്തമായ ഒരു മത്സര ആണ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11-ാം തീയതി കൊച്ചിയിലെത്തുമെന്നാണ് പറഞ്ഞത്. അത് അന്തിമമായിട്ടില്ല. എന്ത് തന്നെയായാലും പ്രധാനമന്ത്രി വരികയാണെങ്കിൽ അത് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ ഓരോ വർഷം കഴിയും തോറും ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വൻതോതിൽ തങ്ങൾ നിയമസഭയിലേക്ക് പ്രവേശിക്കും. പുറത്തവർ പറയുന്നത് തങ്ങൾ അധികാരം പിടിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ അതാരും അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും വലിയ തോതിൽ അംഗങ്ങളെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ട് അവർക്ക് സൂചിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, അതേപോലെ തന്നെ ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശൂർ ഈ മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് ബി ജെ പി നടത്തിയത്. അതിൽ തന്നെ തൃശൂർ സുരേഷ് ഗോപിയുടെ ബി ജെ പിക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്താണെങ്കിൽ ബി ജെ പി 2ാം സ്ഥാനത്തായിരുന്നു. നേരിയ വോട്ടിനാണ് ബി ജെ പി പരാജയപ്പെട്ടത്. ആറ്റിങ്ങലിൽ ബി ജെ പി ജയിച്ച സ്ഥാനാർത്ഥി തമ്മിൽ ഏതാണ്ട് 15,000 വോട്ടിൽ താഴെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തില് ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മറുഭാഗത്താണെങ്കിൽ കേരളത്തിലെ കാലാകാലങ്ങളായിട്ട് 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്നുകിൽ ഇടതുപക്ഷ മുന്നണി, അല്ലെങ്കിൽ UDF. പക്ഷെ കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷ മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. ഇത്തവണ UDFന് ചെറിയൊരു മേൽക്കൈ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മുസ്ലിം വോട്ടുകൾ നല്ലൊരു ശതമാനം ആർജിക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. കാരണം അത് അന്താരാഷ്ട്ര സംഭവവികാസങ്ങളാണെങ്കിലും, ദേശീയ തലത്തിലെ സംഭവവികാസങ്ങളാണെങ്കിലും, സംസ്ഥാന തലത്തിലെ സംഭവവികാസങ്ങളാണെങ്കിലും ഒക്കെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു വിഭാഗം, അതിലെ ആധികാരികമായ പല സംഘടനകൾ കൂടി അവരുടെ കൂടെ നിൽക്കുകയും പല നേതാക്കന്മാരും നിൽക്കുകയൊക്കെ ചെയ്തു. മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകളെയും സ്വതന്ത്രന്മാരായിട്ട് നിർത്തി LDFന് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യമായ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നല്ലൊരു പ്രാതിനിധ്യം, മുസ്ലിം ലീഗ് അപ്പുറത്തായിരുന്നിട്ട് കൂടി, അതായത് മുസ്ലിം UDFിലായിരുന്നിട്ട് കൂടി മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗത്തെ ആകർഷിക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്തവണ UDFന്റെ പിറകിൽ അണിനിരക്കാണ് കൂടുതലും മുസ്ലിങ്ങളൊക്കെ. അതുകൊണ്ട് വടക്കൻ ജില്ലകളിൽ കാര്യമായ നഷ്ടം LDFനുണ്ടാവും. പക്ഷെ ആ ഒരു നഷ്ടം തെക്കൻ ജില്ലകളുടെ നികത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു LDF ആലോചിച്ചിരുന്നത്. പക്ഷെ ഓരോ സംഭവ വികാസങ്ങളും LDFന് വിരുദ്ധമായ രീതിയിലാണ് പോകുന്നത്. ഒന്നാമത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദം. അതില് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അകത്തായി. അപ്പൊ അതിനകത്ത് CPMന് കാര്യമായ പങ്കുണ്ട് എന്നാണ് സാധാരണക്കാർ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഉണ്ടായിരുന്നത് അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തിലും വലിയ തോതിലുള്ള വെട്ടിപ്പുകളൊക്കെ നടന്നു എന്നുള്ളത് കോടതികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഒരുപാട് ഓരോ സംഭവങ്ങളും CPMനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ വന്നത്. ഏറ്റവും ഒടുവിൽ മന്ത്രി KN ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അപ്പൊ നേരത്തെ ഇങ്ങനൊരു ആരോപണത്തിൽ അദ്ദേഹം പെട്ട സമയത്ത് അന്ന് അദ്ദേഹം UDFന്റെ മന്ത്രിയായിരുന്നു. വലിയ ബഹളം ഉണ്ടാക്കിയിരുന്ന ആളുകളാണ് LDFകാർ. ഇത്തവണ LDF ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് UDF ഉയർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും LDFന് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിലായാലും മറ്റ് വിഷയങ്ങളെക്കാത്തായാലും തെക്കൻ ജില്ലകളിൽ കാര്യമായ ഒരു എതിർപ്പ് LDFന് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ LDFന്റെ പല MLA മാരും ജനങ്ങളായിട്ട് നല്ല ബന്ധം പുലർത്തുകയും പല പരിപാടികളും സർക്കാരിന്റെ അവരുടെ സ്കീമിൽ കിട്ടിയ പരിപാടികളൊക്കെ തന്നെ നന്നായി നടത്തുക ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു ഗുഡ്വിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും LDFന് സീറ്റുകൾ കുറയും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിലെത്താൻ മാത്രം UDFന് കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം മാത്രമേ ഇപ്പോൾ ഈ സമയത്താണ് BJP ഒരു 3ാം കക്ഷി എന്ന നിലയിൽ കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്. അതിന് തുടർച്ചയായിട്ട്
10 വർഷം കഴിഞ്ഞു, 11 വർഷത്തിലധികമായിട്ട് കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്നു. അതിന്റെ ഒരു ആനുകൂല്യം BJPക്കുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി BJPയുടെ കൂടെ ഇല്ലെങ്കിലും ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നല്ലൊരു വിഭാഗം BJPയുടെ കൂടെ നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിഞ്ഞു എന്നുള്ളതിനാണ് BJP കഴിഞ്ഞത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ BJPക്ക് പിടിച്ചെടുക്കാനും കഴിഞ്ഞത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് BJPയിൽ ഒരു വിശ്വാസം വരുന്നു. BJPക്ക് ഭരിക്കാനും കഴിയും, നന്നായി ഭരിക്കാനും കഴിയും. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ഇപ്പോൾ നല്ല അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രതിഫലനം തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ ഉണ്ടാവുന്നത് ഉറപ്പാണ്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ BJP കുറച്ച് പ്രതീക്ഷിച്ചത്ര BJPക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് പലർക്കും ഉറപ്പില്ലെങ്കിലും മറ്റ് 3 മണ്ഡലങ്ങളിൽ BJP വളരെ നല്ല സ്വാധീനമാണ്. നേമത്താണെങ്കിലും, അതേപോലെ തന്നെ കഴക്കൂട്ടത്താണെങ്കിലും, അതേപോലെ തന്നെ വട്ടിയൂർക്കാവിലാണെങ്കിലും, അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലും BJPക്ക് സ്വാധീനമുള്ള പല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ഏതാണ്ട് ഒരു 10-15 മണ്ഡലങ്ങളിൽ വളരെ കരുത്താർജിച്ച മത്സരമാണ് BJP കാഴ്ചവെക്കുന്നത്. അത് വടക്കേ അറ്റത്ത് മഞ്ചേശ്വരത്ത് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മത്സരിക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ BJP വളരെ ശക്തമാണ്. തൃശ്ശൂർ ജില്ലയിലെ ലോക്സഭയിലെ 7 സീറ്റിൽ 6 സീറ്റിലും BJP നിയമസഭാ മണ്ഡലങ്ങളിലും 6 നിയമസഭാ മണ്ഡലങ്ങളും മുമ്പിൽ നിന്നതാണ്. പക്ഷെ എല്ലാ സീറ്റിലും ജയിച്ചില്ലെങ്കിലും പത്മജ വേണുഗോപാൽ തൃശ്ശൂർ നിൽക്കുന്നു. അതുപോലെ 2, 3, 4 സീറ്റുകൾ BJPക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ എറണാകുളത്ത്, തൃപ്പൂണിത്തുറ ഇത്തവണ BJP കാര്യമായ മുന്നേറ്റം ഉണ്ടായി. കോട്ടയത്ത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയൊരു ചലനമുണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. പാലായിൽ ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വലിയ പോരാട്ടമാണ് നടത്തുന്നത്. അവിടെ ജോസ് കെ മാണി ഇപ്പോൾ ഏതാണ്ട് ഒരു 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. അതേപോലെ കാഞ്ഞിരപ്പള്ളി BJPക്ക് വളരെ ശക്തിയുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ, അതേപോലെ തന്നെ പത്തനംതിട്ടയിലും അടൂര്, കോന്നി പ്രദേശങ്ങളൊക്കെ തന്നെ BJPക്ക് വളരെ നല്ല സ്വാധീനമുണ്ട്. ആലപ്പുഴ ജില്ലയിലും മാവേലിക്കര, ചെങ്ങന്നൂർ, ആലപ്പുഴ, കായംകുളം, അരൂർ മണ്ഡലങ്ങളിലൊക്കെ BJP നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം, കൊല്ലം, അതേപോലെ തന്നെ മറ്റ് ജില്ലകൾ, അങ്ങനെ ഒരു 5-5 കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 10-15 സീറ്റിൽ BJPക്ക് വലിയ മുന്നേറ്റമാണ് BJP കാഴ്ചവെക്കുന്നത്. ഇതൊക്കെ അനുകൂലമായ ഘടകങ്ങളായിട്ട് മാറുകയാണെങ്കിൽ BJPക്ക് വേണമെങ്കിൽ ജയിക്കാൻ പറ്റും. എന്തായാലും അവരുടെ സംഖ്യ ഒരു 5-6 സീറ്റ് ഒരിക്കലും കുറയില്ല എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഉള്ളത്. അത് കേരള രാഷ്ട്രീയത്തിൽ എന്ത് തന്നെയായാലും വലിയൊരു മാറ്റമാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്.